എഴുത്തിന്റെ കാര്യത്തിലായാലും മേക്കിങ്ങിന്റെ കാര്യത്തിലായാലും മലയാള സിനിമയിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒന്ന് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് കൗരവർ. ഒരു റയർ കോംബോ ആയ ജോഷി ലോഹിദാസ് യൂണിയനിൽ വന്ന ചിത്രം. ഇതിനു മുമ്പ് അവർ രണ്ടുപേരും ഒന്നിച്ച് മമ്മൂട്ടി നായകനായ കുട്ടേരൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. ഈ ഒരു സിനിമയെക്കുറിച്ച് ഇന്നൊരു വീഡിയോ ഉണ്ടാകാനുണ്ടായ കാരണം ഈ സിനിമയ്ക്ക് ഒരു സീക്വൽ എന്ന രീതിയിൽ ഒരു AI മെയ്ഡ് വീഡിയോ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം ആന്റണി തന്റെ 3 മക്കളെയും കല്യാണം കഴിപ്പിച്ചയച്ച് കൊടൈക്കനാലിലെ കൃഷിയൊക്കെ നോക്കി നടത്തുമ്പോൾ ഒരിക്കൽ തന്റെ സ്വന്തം മകളാണെന്ന് ശാന്തികൃഷ്ണ വഴി തിരിച്ചറിയുന്നതായിട്ടായിരുന്നു ആ വീഡിയോ. അതുപോലെ മുമ്പെങ്ങോ മംഗലശ്ശേരി ഗ്യാങ്ങിനെയും ഈ ഗ്യാങ്ങിനെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. ഈ ഒരു കമ്പാരിസൺ ആവശ്യമില്ലാത്തതാണെന്ന് എനിക്കന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കൗരവർ ഗ്യാങ്ങിൽ ഈ 4 പേരും ഒരേപോലെ പവർഫുൾ ആയ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ മംഗലശ്ശേരി ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലകണ്ഠനെ ചുറ്റി 4 ഉപഗ്രഹങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഗ്യാങ്ങായി ബ്രാൻഡ് ചെയ്യണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമയ്ക്ക് ഒരു സീക്വൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പ്രീക്വൽ ഉണ്ടാക്കുന്നത്. വയസ്സായ 1.25 അലിയാർ ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് അലിയാർ എങ്ങനെ ഉണ്ടായിരുന്നേക്കും? അതുകൊണ്ട് ഇതേ കോംബോയുടെ അങ്ങനെ ഒരു സിനിമ അന്ന് വന്നിട്ടുണ്ടായെങ്കിൽ വളരെ നന്നായേനെ. ഞാൻ ഈ സിനിമയെ മലയാള സിനിമയെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വിശേഷിപ്പിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇതിന് ശേഷം വന്ന പല സിനിമകളിലും ഈ സിനിമയിൽ നിന്നുള്ള ത്രെഡുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മോഹൻലാലിന്റെ ഒപ്പം, നാട്ടുരാജാവ്, വേറെ 1-2 ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മറന്നുപോയി. ഇതേ ത്രെഡിൽ വന്ന മറ്റു സിനിമകൾ ഏതാണെന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക. ഇതിനോട് ചേർത്ത് വയ്ക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്ത എന്നാൽ ഇതിന്റെ ഒരു ത്രെഡ് ഉൾക്കൊണ്ട വേറൊരു സിനിമയാണ് രജനീകാന്തിന്റെ കൂലി. ഞാൻ വിട്ടുപോയൊരു പടം കിട്ടിയിട്ടുണ്ട്. താൻ കാരണം ജയിലിൽ പോയ ആളുടെ മകളെ സ്വന്തം മകളെ പോലെ കാത്തു സൂക്ഷിച്ച സാധാരണക്കാരനായ ഒരു ബാർബറുടെ കഥ പറഞ്ഞ വിജയ് സേതുപതി നായകനായ മഹാരാജ. ഇതല്ലാതെയുള്ള സിനിമകൾ നിങ്ങൾ കമന്റ് ചെയ്യുക.